പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ മറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വൈകിയ വേളയിൽ ഈ സെക്ഷണൽ മീറ്റിങ്ങിനായി കടന്നു വന്ന സകലരെയും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയം വരെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നു. തുടർന്നും നിങ്ങൾക്ക് പാട്ട് കേൾക്കാനാണോ ഇഷ്ടം, അതോ ദൈവവചനം കേൾക്കാനാണോ താല്പര്യം? പ്ലീസ് നിങ്ങൾ ഒരു പാട്ട് കണ്ടിന്യൂ മെസ്സേജ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എഴുന്നേൽക്കുവാൻ കഴിയുന്നവർ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിന് മുമ്പായി നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധി, നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരേണ്ടത് ആവശ്യമാണല്ലോ. വീട്ടിൽ നിന്ന് കടന്നു വന്നപ്പോൾ ഒത്തിരി ചിന്തകളും ആവശ്യഭാരങ്ങളും ഒക്കെയായി നമ്മൾ കടന്നു വന്നു. നമ്മൾ ഇരു ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്നു. അപ്പോൾ ആ ഇരു മനസ്സൊക്കെ മാറ്റി ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. ആമേൻ. അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് നിരൂപിച്ചാൽ ആമേൻ എന്താ പറയുക, നമ്മുടെ മലയാളം ഭാഷയിൽ പറഞ്ഞാൽ കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങ പോലെ അങ്ങോട്ട് വീഴണമോ ഇങ്ങോട്ട് വേണമോ, അങ്ങനെ ഒരു വലിയ കൺഫ്യൂഷൻ്റെ നടുവിൽ നിൽക്കുന്ന സാഹചര്യമായിരിക്കും. ആമേൻ. ഇരു മനസ്സുള്ള മനുഷ്യൻ ആമേൻ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രാപിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ആമേൻ അത് ആമേൻ സംഭവിക്കത്തില്ല. ആമേൻ. അവൻ്റെ വിശ്വാസം നഷ്ടമായി പോകും, അവൻ്റെ പ്രത്യാശ നഷ്ടമായി പോകും, അവൻ്റെ ജീവിതം ഒരു പരാജയമായി തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും പ്രാപിക്കുവാനും സ്വർഗം ഇന്ന് പകലിൽ വചനത്തിൻ്റെ വാതിലുകൾ നമ്മുടെ ഉള്ളിനകത്ത് നിറയപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ഭാരം എന്ത് ചെയ്യണം? എടുത്തു മാറ്റപ്പെടണം. ഇല്ലേ? വേണ്ടേ? ആമേൻ. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഉള്ളിനകത്തുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് വസിക്കുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ആമേൻ. അതുകൊണ്ട് സകല ആകുല ചിന്തകളും മാറ്റി ചില നിമിഷങ്ങൾ നമ്മൾ ആ നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ സ്വർഗസന്നിധിയിൽ നമ്മൾ പകരുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പാട്ടിൻ്റെ ചില വരികൾ പാടി നമ്മൾ പ്രാർത്ഥിച്ച് ആമേൻ മെസ്സേജിലേക്ക് കടക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിത്യ സ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യ സ്നേഹത്താ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു, ഏകരക്ഷകൻ യേശുവിലാ ലോകരക്ഷകൻ യേശുവിനാ ഏകരക്ഷകൻ യേശുവിനാ നിൻഹിതം ചെയ്യുവാൻ
ചേർക്കുവാൻ നിത്യനാടതിൽ എന്നെ ചേർക്കുവാൻ മേഘത്തേരാതിൽ വന്നിടുമേ. യേശുരാജനായി വന്നിടുമേ. മേഘത്തേരാതിൽ വന്നിടുമേ. യേശുരാജനായി വന്നിടുമേ. ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ. ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ സ്വർഗനാടതിൽ യേശുവിനെ. സത്യദൈവമാ യേശുവിനെ. സ്വർഗനാടതിൽ യേശുവിനെ. സത്യദൈവമാമേശുവിനെ. സമർപ്പണത്തോടെ നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ. സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ. സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ. സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ. സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ കൂടി ആ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടഞ്ഞായിരുന്നാട്ടെ. എല്ലാവരും ഒരുമിച്ച് ആമേൻ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി പറഞ്ഞാട്ടെ. അപ്പാ, അമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ, അപ്പൻ സ്നേഹിക്കുന്നതിനേക്കാൾ, ഈ ലോകം തരുന്ന സർവ്വ സ്നേഹത്തെക്കാൾ അപ്പൻ്റെ ആ സ്നേഹം ഞാൻ രുചിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നപ്പാ. എൻ്റെ ജീവിതത്തിനകത്ത് വിവിധ മേഖലകളിൽ ബലഹീനതകൾ സംഭവിച്ചു പോയി. അപ്പനെ സ്നേഹിക്കുന്നതിൽ എൻ്റെ ജീവിതത്തിനകത്ത് ചില പെൻഡിങ്ങുകൾ സംഭവിച്ചു പോയി. ഇന്ന് വൈകിയ വേളയിൽ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ കുറവുകളെ നീ ഇന്ന് വൈകിയ വേളയിൽ ഒന്ന് കഴുകണമേ. ഇന്നത്തെ ഈ വചന ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ
ഈ ഹാൾ വിട്ട് ഞാൻ മടങ്ങുമ്പോൾ, ആമേൻ, ഈ ആരാധന സ്ഥലം വിട്ട് ഞാൻ മടങ്ങുമ്പോൾ തികച്ചും ഒരു വലിയ വിടുതൽ പ്രാപിച്ചു മടങ്ങുവാൻ സ്വർഗം ഇന്ന് പകലിൽ എന്നെ അങ്ങ് ഒരുക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്താൽ ഞാനൊന്ന് ചുറ്റപ്പെടട്ടെ കർത്താവേ. അങ്ങയുടെ ആത്മാവിനാൽ ഞാനൊന്ന് മൂടപ്പെടട്ടെ കർത്താവേ. ചൂടബല ഷിയാംധനെ. അന്യഭാഷകളിൽ വായികളെ തുറന്ന നല്ല കർത്താവിനെ ഒന്ന് സ്തുതിക്കാവോ? അന്യഭാഷകളിൽ വായികളെ തുറന്ന് ചില നിമിഷങ്ങൾ ആമേൻ ഈ ഹാളിനകത്ത് വ്യാപരിക്കുന്ന ആത്മസാന്നിധ്യം ചൂടബാബ ശംധനഗശിയ വൈഡാമന റൈശംധന റിഖാലഗശിയാംധന വൈഡാമന ധേരഗശിയാംധന വൈഡമന ദീപലഗടഗ ശംധന. വായികളെ തുറന്ന് അന്യഭാഷകളിൽ വായികളെ തുറന്ന് നല്ല കർത്താവിനോടൊന്ന് സംസാരിച്ചാട്ടെ. ഇന്ന് വൈകിയ വെള്ളനെ ഒന്ന് നിറയ്ക്കണമേ അപ്പാ. ഞാൻ ഒഴിഞ്ഞ പത്രമായി അപ്പന്റെ സന്നിധിയിലായിരിക്കുന്നു. ഒരു നിറവിന്റെ അനുഭവത്തോടെ ഞാൻ മടങ്ങുവാൻ, ആത്മാവിന്റെ വലിയൊരു തീ എന്റെ മേൽ ഇന്ന് പകലിൽ വെളിപ്പെടുവാൻ, ആ ആത്മനദിയിലേക്ക് ഒന്ന് ഇറങ്ങി ഞാൻ ഇന്ന് പകലിലൊന്ന് പ്രാപിച്ചൊന്ന് പൊങ്ങുവാൻ. ചൂടബബ ശംധരഗശിയ വൈഡമന റിഭാലഗശിയാംധേനെ വൈഡൽ പ്രൗഢമനാദകൾ ശമന അഥേനെ റീധാലഘടക ശംധനാരകൾ കടകശി. ഈ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അപ്പന്റെ വചനം ശുശ്രൂഷിപ്പാൻ അടിയന്റെ നാവിന് മേൽ കർത്താവ് അധികാരപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ തന്നെ ഇരുന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ നല്ല കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ ആമേൻ വിശ്വാസികൾക്കൊക്കെ ഡയറക്റ്റ് എൻ്റെ മെസ്സേജ് കേട്ട് ആമേൻ വളരെ സുപരിചിതമാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇവിടത്തുള്ളവർ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഫസ്റ്റ് ടൈം ആയിരിക്കും ആമേൻ ദൈവവചനം ഒരുമിച്ച് ഡയറക്റ്റ് ശുശ്രൂഷിപ്പാൻ ആമേൻ ഇന്ന് കർത്താവ് എനിക്ക് ഈ ഒരു അവസരം ഒരുക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ 3 ദിവസമായി ദൈവസന്നിധിയിൽ പൂർണ്ണമായും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആമേൻ ഞങ്ങൾ ദൈവപാദപീഠത്തിലായിരുന്നു. ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ആമേൻ ഞാൻ ഓർത്തു ആമേൻ പുള്ളി ലീഡ് ചെയ്യാൻ കാണുമെന്ന് വിചാരിച്ചു. പ്രിയ ബ്രദറിൻ്റെ അഭാവത്തിൽ ആമേൻ ലീഡ് ചെയ്യാം. ആമേൻ മെസ്സേജ് കൊടുക്കാനുള്ള താല്പര്യത്തിലല്ല ഞാൻ ഇവിടെ കടന്നു വന്നത്. വർഷിപ്പ് ചെയ്ത് പാസ്റ്റർ മെസ്സേജ് കൊടുക്കും എന്നാണ് വന്നത്. ആമേൻ ഇവിടെ ഇരുന്നപ്പോൾ ആമേൻ ദൈവാത്മാവ് പ്രേരിപ്പിച്ച് ആമേൻ പാടാനായിട്ട് ഓരോരുത്തർ ആമേൻ മുന്നോട്ട് വന്നു. അപ്പം പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു, ഇന്ന് നിന്റെ ആമേൻ ദിവസമാണ്, നിന്നിലൂടെ ഇന്ന് പകലിൽ ആമേൻ ചിലതൊക്കെ ആമേൻ ഇതിനകത്ത് വിടുതൽ പ്രാപിക്കേണ്ടതുണ്ട്. ആമേൻ ധൈര്യമായിട്ട് ആമേൻ മെസ്സേജിലോട്ട് കടക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, ആമേൻ പാസ്റ്റർ ഒരു ചാൻസ് കിട്ടാനായിട്ട് കാത്തിരുന്നു ആമേൻ പറയുവാനിടയായി. എന്തായാലും ഇന്നത്തെ വചന ശുശ്രൂഷയും ആമേൻ വർഷിപ്പും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് മറക്കാൻ പറ്റാത്ത ആമേൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പലകകളിൽ ആമേൻ കല്ലിൽ കൊത്തിയ അക്ഷരം പോലെ ഇന്ന് പകലിൽ ഫീഡ് ചെയ്തിട്ട് വേണം ആമേൻ ഇവിടെ നിന്ന് പോകാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അത് ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും അസ്ഥികളെയും അസ്ഥിമജ്ഞങ്ങളെയും വേർവിരിവിക്കും വണ്ണം ആമേൻ ശക്തിയുള്ളതാ. ആമേൻ. അത് പാറയെ തകർക്കുന്ന ചുറ്റികയാ. പ്രൈസ് ദി ലോർഡ്. ചുറ്റിക കൊണ്ട് ആമേൻ ഒരു പാറയെ ആർക്കെങ്കിലും തകർക്കാൻ പറ്റുമോ? ആമേൻ. ഹല്ലേലൂയ. എന്തെല്ലാം ആമേൻ വെടിമരുന്ന് വെച്ചിട്ടാണ് പാറയെ പൊട്ടിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആമേൻ അങ്ങനെ വെക്കുന്ന ഒരു വെടിമരുന്ന വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നിർമ്മലമായതാണ്. ആമേൻ. ആ വചനത്തിന് ശക്തിയുണ്ട്. വിശ്വാസത്തോടെ നീ വായി തുറന്ന് ആ വചനത്തെ ഒന്ന് പ്രസ്താവിക്കുമെങ്കിൽ ആമേൻ അധികാരത്തോടെ നിന്റെ വായി ഒന്ന് തുറന്നാൽ മതി. ആമേൻ. ആമേൻ. ചിലതൊക്കെ പിളർന്ന് മാറുന്നതിന് ആമേൻ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനും ചില വീര്യ പ്രവർത്തികൾ സംഭവിക്കുന്നതിനും കാരണമാക്കി നിന്റെ നാവിന്മേലിരിക്കുന്ന വചനത്തിന് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ആമേൻ. എൻ്റെ നാവിലിരിക്കുന്ന വചനത്തിന് അധികാരമുണ്ട്, ശക്തിയുണ്ട്. അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ടോപ്പിക് അതല്ല, എന്നാലും പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ആമേൻ ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇതിനകത്ത് ആമേൻ കടന്നു വന്നിരിക്കുന്നവർ ആമേൻ മിക്കവാറും പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ വളരെ ആഗ്രഹത്തോടെ ആയിരിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. വളരെ അതിയായ വാഞ്ചയുള്ളവരാ. എങ്ങനെയെങ്കിലും എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ആമേൻ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എനിക്ക് അധികമായി പ്രയോജനപ്പെടണം. എൻ്റെ ആത്മീക ജീവിതം
അടുത്തൊരു സ്റ്റെപ്പ് കൂടെ വർദ്ധിക്കണം. ആമേൻ. അടുത്തൊരു ലെവലിലേക്ക് എനിക്ക് ചാടിക്കിടക്കണം. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ചാടിക്കിടക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് പകൽ ഉറച്ചു വിശ്വസിച്ചോളണം. ആ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയോ. ആമേൻ. ഏത് പാറയും നിന്റെ നാവിന്മേലിരിക്കുന്ന വചനത്തെ കൊണ്ട് നിനക്ക് പൊളിക്കുവാൻ കഴിയും. ആമേൻ. അതിന് ശക്തിയുണ്ട് കേട്ടോ. ആമേൻ. അതിന് ശക്തിയുണ്ട്. ആമേൻ. കാരാഗ്രഹത്തിന്റെ വാതിലുകളെ ആ വചനത്തിന്, പ്രാർത്ഥനയ്ക്ക്, അഭിഷേകത്തിന് പൊളിക്കുവാൻ കഴിയുമെങ്കിൽ, ആമേൻ, കുണ്ടറയിൽ കിടന്നതിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയുമെങ്കിൽ, ആമേൻ, കടത്തെ പുറത്തു കൊണ്ടുവരുവാൻ, ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആ വചനത്തിന് ശക്തിയുണ്ടെങ്കിൽ, ഭൂതം പുറത്തു പോകുവാൻ ആ വചനത്തിന് ശക്തിയുണ്ടെങ്കിൽ, ആ നാവിന് ശക്തിയുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് ആമേൻ വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു. ചില അധികാരത്തെ നിന്റെ കുടുംബത്തെ നോക്കി നീ പ്രവചിക്കോ. റമന ഷിയാംതനെ വൈഡാന ദീപൽകടക ശംതന വൈഡമന രേഥലകടക ശംതനാരകൾ കടകശി. പിശാചും മാനുഷിക കരകം ഒരുമിച്ച് പറയുന്ന ചില വാദമുണ്ട്. ഞാൻ പൊളിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ പൊളിയുന്നത് കാണും, നിന്റെ കുടുംബം തകരുന്നത് കാണും. ആമേൻ. ഇനി നീ അടുത്തൊരു കാൽവെപ്പിലോട്ട് പോകത്തില്ല. ആ പിശാചിനെ നോക്കി നീ പ്രവചിക്കുക. ആമേൻ. പിശാചിന്റെ പ്രവചനമല്ല ഫലിക്കുവാൻ പോകുന്നത്. ആമേൻ. അധികാരമുള്ളവളാ നീ. ആമേൻ. അധികാരമുള്ളവനാ നീ. അഭിഷേകമുള്ളവളാ നീ. അഭിഷേകം ചുമക്കുന്നവനാ നീ. വിശ്വാസത്തോടെ ശത്രുവിന്റെ തന്ത്രങ്ങളെ നോക്കി നിന്റെ നാവിന്മേലുള്ള അധികാരത്തെ ഇന്ന് വൈകിയ വേളയിൽ ഒന്ന് എറിയുവാൻ തയ്യാറാണെങ്കിൽ ചൂടബാബ ശംതന റിഖാലക ശംതന വൈഡാമന രേഥലകടക ശിയാംതന വൈഡ പ്രൗഢവരകടകടകശി. ചില പാറകൾ നിന്റെ മുൻപിൽ ഇന്ന് വൈകിയ വേളയിൽ തകർക്കപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അസാധ്യമാണ്. അത് നമ്മളെ കൊണ്ട് കഴിയത്തില്ല. ഒരിക്കലും അത് മാറിപ്പോകത്തില്ല, അത് പിളരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മാറയെ മധുരമാക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിന്റെ കൈപ്പായ ജീവിതത്തെ മധുരമാക്കുവാൻ സ്വർഗത്തിലെ അപ്പന് കഴിയും. പ്രൈസ് ദി ലോർഡ്. കുടുംബജീവിതം തകർന്നായിരിക്കുന്നു. കുടുംബജീവിതത്തിന്റെ തകർച്ചയോർത്ത് നീ ഭാരപ്പെട്ടായിരിക്കുന്നു. നിന്റെ കൈപ്പേറിയ അനുഭവത്തെ, നിന്റെ കൈപ്പേറിയ നിന്റെ കുടുംബത്തെ ഏറ്റവും മാധുര്യമാക്കി തരുന്ന ഒരു ദൈവ സന്നിധിയില ഇന്ന് വൈകിയ വേളയിൽ നീ ആയിരിക്കുന്നത്. ആമേൻ. തകർച്ചകളെ പണിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നു തകർച്ചകളെ പണിയുന്ന ഒരു ദൈവമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ തകർച്ചകളെ പണിത ഒരു ദൈവം ഉള്ളത് കൊണ്ട് എൻ്റെ തകർച്ചകളെ അവൻ പണിത് നിങ്ങളോടൊപ്പം ശക്തിയോടെ കർത്താവിന്റെ വചനം ശുശ്രൂഷിപ്പാൻ എന്നെ ഇതിനകത്ത് നിർത്തിയിരിക്കുന്നത്. ആ വചനത്തിന് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിദ്യാഭ്യാസത്തിന്റെ മേന്മ കൊണ്ട് ആമേൻ. ഹല്ലേലൂയ. മറ്റു കുലശ്രേഷ്ഠതകളോ കുടുംബത്തിന്റെ മഹിമകളോ മറ്റു പാരമ്പര്യ ശ്രേഷ്ഠതകൾ പറയുവാൻ ആമേൻ എനിക്ക് പറയുവാൻ അങ്ങനെ ശ്രേഷ്ഠത ഉള്ളത് കൊണ്ടല്ല ഇവിടെ നിൽക്കുന്നത്. അപ്പനെ സ്നേഹിച്ചത് കൊണ്ട് ഈ പുസ്തകം ചുമന്ന ഒരുത്തനെയും സ്വർഗത്തിലെ അപ്പൻ ലജ്ജിപ്പിക്കുവാൻ ഇന്നുവരെ ഇടവരുത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകം ജീവനും ചൈതന്യമുള്ളത്. ഇത് ചലിക്കുന്നത്. ഇതിനകത്തുള്ള ഓരോ വചനങ്ങളും വിലയേറിയ മുത്തുകളാണെന്ന് നെഞ്ചത്ത് കരം വെച്ച് ഞാൻ വിളിച്ചു പറയാം. ആമേൻ. ഇത് ചുമക്കുന്നവനെ സ്വർഗം ചുമക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് ചുമന്നിട്ടുള്ളവരെ സ്വർഗം ചുമക്കും. പ്രൈസ് ദി ലോർഡ്. ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാ പറയുന്നത്. ആമേൻ. നീ തകർന്നു പോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ലോകം പറയും ആമേൻ നിന്റെ ജീവിതം തകർന്നു പോകും, നിന്റെ തലമുറയ്ക്കൊരു ഭാവി ഉണ്ടാകത്തില്ല, നിന്റെ കുടുംബം നഷ്ടമായി പോകും. ആമേൻ. ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ. ആമേൻ. ലോകത്തിന് നിന്നെ നോക്കി പറയുവാനേ കഴിയത്തുള്ളൂ, പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. പക്ഷെ പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്. നിന്റെ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന ഏത് തിരമാലയെയോ ഏത് കാറ്റിനെയോ ഏത് സിംഹത്തെയും ചോറബാല ശിയാംതനെ അഥാരകടക ശംദന വൈഡമന രഥലകടക ശംദനാരകൾ പ്രൗഢവന ദീപലകടക ശംദനാരകൾ പ്രൗഢവന. ആമേൻ. ഹല്ലേലൂയ.
നിന്നെ തകർക്കുവാൻ ആമേൻ ഗർജിക്കുന്ന സിംഹം വരട്ടെ, കരടി വരട്ടെ, അഭിഷേകമുള്ള നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എല്ലാവരും വന്ന് നോക്കും. ഇന്ന് നീ രാവിലെ എഴുന്നേറ്റോ, ഇവൾ ജീവനോടെ എഴുന്നേറ്റോ. ആമേൻ. നിന്റെ നാശം കാണുവാൻ പതിയിരിക്കുന്നവരുണ്ട്. ഇന്നും ഇവൾ വന്നോ, ഇന്നും ഇവൾ ജോലിക്ക് വന്നോ, ഇന്നും ഇവൾ ഈ ബിസിനസ് സാമ്രാജ്യത്തിനകത്ത് കാതുകുത്തിയോ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പിശാചിനെ നോക്കുവാനേ കഴിയത്തുള്ളൂ. പിശാചിന് ദൂരെ നിന്ന് നിന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കാനേ കഴിയത്തുള്ളൂ. പക്ഷേ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന ആ നല്ല കർത്താവ് നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ആമേൻ. ചെറിയ പ്രതികൂലങ്ങൾ വരുമ്പോൾ, ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, ചെറിയ കാറ്റും കോളും തിരമാലകളും വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഭയപ്പെട്ടിരിക്കരുത്. ആമേൻ ഹല്ലേലൂയ. നമ്മൾ ഗർജിക്കുന്ന സിംഹമാ. ആമേൻ. ആ സിംഹത്തിന്റെ കുട്ടികളാ നമ്മൾ. ആമേൻ. എത്ര പേർ ആമേൻ ആമേൻ പറഞ്ഞിട്ട് ആർക്കും ഒരു സന്തോഷം വരുന്നില്ലല്ലോ. ആമേൻ ഹല്ലേലൂയ. അവൻ രാജാതി രാജാവാ, അവൻ കർത്താതി കർത്താവാ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവരാ, അവൻ അത്ഭുതങ്ങളെ ചുമക്കുന്നവരാ. അങ്ങനെയെങ്കിൽ നമ്മളാരാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ പന്ന പിശാചിനോട് ആമേൻ അതിന്റെ തല ചവിട്ടിയിട്ട് വിളിച്ചു പറയണോ, ആ രാജാതി രാജാവിന്റെ മകളാ ഞാൻ. ആമേൻ. ആ യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ മകളാ ഞാൻ. ഹല്ലേലൂയ. എന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും റോറബല ശിയാംതേരെ വൈഡമല ധീവലഘടക ശബ്ദനാരകൾ പ്രൗഢവര ചെറുടെ ഉള്ളിലൊക്കെ ഭയമുണ്ട് കേട്ടോ. ആമൻ. ഭയമുണ്ട്. ആമൻ. മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിൽക്കാൻ ആമൻ ഇതെന്നെ തകർത്ത് കളയുമോ, ഈ ശക്തി എന്നെ മുടിച്ചു കളയുമോ? നോ, ഇല്ല. അതിനൊന്നും ഒരു ശക്തിയില്ല. ആമൻ. കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, നാവുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാ. അവൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കും. അവൻ നമ്മുടെ കൂടെ നടന്ന്, നമ്മളോടൊപ്പം നടന്ന് നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ദൈവ ശബ്ദം എത്ര പേർ കേട്ടിട്ടുണ്ട്? ആമേൻ ഹല്ലേലൂയ. ആമേൻ. നിന്റെ കഷ്ടതയിൽ, നിന്റെ പ്രയാസത്തിൽ, നിന്റെ വേദനയിൽ ആമേൻ നീ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ശബ്ദം നീ എത്ര വട്ടം കേട്ടിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ അധികമായ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. കാരണം ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും കുറവില്ല. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തോടൊപ്പമാണ് നടക്കുന്നത്. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ധൈര്യത്തോടെ ദൈവത്തിന്റെ വചനം നിങ്ങളോട് ശുശ്രൂഷിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാച് തന്ത്രം പണിയും. ആമൻ. നീ ഇട്ടിട്ടോടരുത്. ആമൻ. ദൈവം തന്ന ഭവനത്തിൽ, ദൈവം തന്ന ദേശത്ത് ദൈവം ഒരു ഭവനം തന്നിട്ടുണ്ടെങ്കിൽ അതിന് വിറ്റുട്ടോടാനല്ല. ആമേൻ ഹല്ലേലൂയ. കേൾക്കണേ. ആമേൻ. എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ, എനിക്കറിയത്തില്ല ആരോടോ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ദൂത് കൈമാറുവാൻ പറയുന്നു. ആമേൻ ആമേൻ. നീ ഭവനം വിട്ടോടുവാൻ പദ്ധതി ഒരുക്കിയായിരിക്കുന്നു. ആമേൻ. ഇവിടെ എനിക്ക് കൊള്ളത്തില്ല. ആമേൻ. ഈ ദേശത്ത് ആമേൻ ഈ മ്ലേച്ഛതയിൽ എനിക്ക് നിൽക്കുവാൻ പറ്റത്തില്ല. ആമേൻ. ആ സോദോമിനെ വിടുവിക്കാനോ നിന്നെ ആ പട്ടണത്തിനാക്കിയിരിക്കുന്നത്. ഓ റമന ശിയാംതേനെ റീവലഘടക ശബ്ദനാരകൾ പ്രൗഢവന ചില ആമേൻ ആമേൻ സോദോം ഗോമോറകളെ ആമേൻ ഹല്ലേലൂയ നിന്നെ കൊണ്ടാക്കിയതുണ്ടല്ലോ. ചില സോദോം ഗോമോറകളിൽ നിന്നെ ദൈവം അഭിഷേകം ചെയ്ത് ചില പട്ടണങ്ങളിൽ പാർപ്പിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ചിലതിനെയൊക്കെ പുറത്തു കൊണ്ടുവരുക. ഓ റമന ശിയാംതന വൈഡമന ദീപൽഘടക ശബ്ദന വൈഡമന ദീപലഘടക ശബ്ദനാരകൾ ഘടകശി. എനിക്കറിയത്തില്ല ആരൊക്കെയാ ദൂത് ഏറ്റെടുത്തവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ. നീ പാർക്കുന്ന പട്ടണം സോദോം ഗോമോറ എന്ന് തിരിച്ചറിഞ്ഞല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവിടെ നിന്ന് ആമേൻ നിന്റെ കുടുംബത്തെ ദൈവം അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ തിന്മ തൊടാതെ വണ്ണം. ആമേൻ ആമേൻ. സംഹാരകൻ ആ കുടുംബത്തിനകത്ത് കേറാതെ വണ്ണം അതിനകത്ത് നിർത്തിയിരിക്കുന്നുണ്ടല്ലോ. ചിലതിനെയൊക്കെ ഒരരിപ്പ അരിക്കുന്നത് പോലെ അരിക്കുവാനുള്ള ദൈവശക്തി ജൂഡബല
അധനക ശിയാംതേനെ വൈഡമന ദീപലകടക ശംതന അർത്ഥൽ പ്രൗഢമന ദീപലകടക ശംതനാരകൾ കടകശി. ആമേൻ, ഹല്ലേലൂയ. ഒരു ദൈവ പ്രവൃത്തിയുണ്ട്, അത് നിശ്ചയമാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു ഒരു ദൈവ പ്രവൃത്തിയുണ്ട്, അത് നിശ്ചയമായി. ഇന്ന് വൈകിയ വേളയിൽ നീ വന്നതല്ല, സ്വർഗം കൊണ്ടുവന്നത്. ആമേൻ. ഇന്ന് വരാൻ കൺഫ്യൂഷൻ അടിച്ചിരുന്ന എത്ര പേരുണ്ട്? വരണോ വരണ്ടയോ? ആമേൻ, ഹല്ലേലൂയ. വരണോ വരണ്ടയോ? സ്വർഗവാ കൊണ്ടുവന്നേ. ആമേൻ. നിന്റെ പട്ടണം ആ സോദം ഗൊമോറ, നിന്റെ നാശം കാണുവാൻ പദ്ധതി ഒരുക്കുന്ന ആ സോദം ഗൊമോറ നിന്നിലൂടെ വിടുവിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നിലൂടെ വിടുവിക്കപ്പെടണം. നിന്റെ നാശം കാണുവാൻ, ആമേൻ, നിന്റെ തകർച്ച കാണുവാൻ പദ്ധതി ഒരുക്കിയിരിക്കുന്ന ചില വ്യക്തികളുണ്ട്, ചില ഹാമാന്മാരുണ്ട്. ഓ റമന ശന്തനെ വൈഡമന ദീപലകടക ശന്തന നിനക്ക് വിരോധമായി കഴുകുമരം ഉയർത്തി നിന്നെ തകർക്കുവാൻ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു ദൈവ പൈതലായ നിന്നെ തകർക്കുവാൻ, ആമേൻ, പിശാച് കൂട്ടം കൂടി പദ്ധതികൾ ഒരുക്കി നിന്റെ നാശം കാണുവാൻ. ആമേൻ. ഒരാളല്ല, രണ്ടാളല്ല, കൂട്ടം കൂടി നിന്നെ, ആമേൻ, നിന്റെ കുടുംബത്തെ, ആമേൻ, നശിപ്പിച്ചു കളയുവാൻ പിശാച് ഒരുക്കിയ ചില പ്ലാനുകൾ ഇന്ന് പകല് ഞാൻ പറയട്ടെ. ആമേൻ, ഹല്ലേലൂയ. ആ പാറയെ തകർക്കുന്ന വചനമെന്ന ചുറ്റികയുണ്ടല്ലോ, ആമേൻ, നിനക്ക് മുമ്പായി നിന്റെ പട്ടണത്തിൽ എത്തിയിട്ടുണ്ട്, നിന്റെ ശത്രുക്കളുടെ അടുക്കലേക്ക് എത്തിയിട്ടുണ്ട്. വൈശമന രേഥനഗശിയ വൈഡമന ദീപാലഗശി അർത്ഥ പ്രൗഢമന വൈഡ അരികാനഗശിയാം ധനാരകൾ കടഗശിയ. Praise the Lord. Hallelujah. എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് എന്നെ, ആമേൻ, ഞാൻ എടുത്ത ടോപ്പിക്കിലേക്ക് വിടാതെ എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുക. Praise the Lord. Hallelujah. നിനക്ക് മുമ്പായി ഈ വചനം, ആമേൻ, ഹല്ലേലൂയ, നിനക്ക് മുമ്പായി, ആമേൻ, പ്രവർത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. വിശ്വാസത്തോടെ ഞാൻ പറയുന്നു, ആമേൻ, ആമേൻ. ഒത്തിരി സാക്ഷ്യങ്ങൾ, ആമേൻ, ഈ പട്ടണത്തിൽ നിന്ന് എഴുന്നേൽക്കും. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്ന്, ആമേൻ, അനേക സാക്ഷ്യങ്ങൾ, ആമേൻ, സ്വർഗം പുറപ്പെടുവിക്കുവാൻ പോവുകയാണ്. Praise the Lord. ഈ ശബ്ദം എവിടെയൊക്കെ ചെല്ലുന്നോ, ആമേൻ, സ്വർഗം, ആമേൻ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ പോകുന്നു. Praise the Lord. ഈ ശബ്ദം ഏതൊക്കെ പരിധികൾക്കുള്ളിനകത്ത് എത്തിച്ചേരുന്നുണ്ടോ, ആമേൻ, ചില വികസനങ്ങൾ ജൂഡബ ശഖനരി ഖാരഗശിയ വൈഡ പ്രൗഢവന ദീവലകടക ശംദനാരകൾ പ്രൗഢവന. എനിക്കറിയത്തില്ല, ചില വർധനവുകൾ, ആമേൻ, ഹല്ലേലൂയ, ഈ ശബ്ദ പരിധിക്കുള്ളിൽ എത്തുന്ന ചില കുടുംബങ്ങളിലേക്ക്, ആമേൻ, ഹല്ലേലൂയ, ചില സ്ഥാപനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു വർധനവിന്റെ, ഒരു വളർച്ചയുടെ അനുഭവം ചൂടബ റഥാല ശിയാംധേനെ റീബലകടക ശംദനാരകൾ പ്രൗഢവന അർത്ഥാരിഖാനക ശിയാംധേനെ വൈഡമന വൈഡർശമനകടകശി. ഒരു വർധനവ് പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിനകത്ത് നൽകുവാൻ പോകുന്നു. Praise the Lord. Hallelujah. നിനക്ക് മുമ്പായി ദൈവത്തിന്റെ വചനം ഇറങ്ങിച്ചെന്ന് നിന്റെ ശത്രുക്കൾ കാണെ നിനക്കവൻ വിരുന്നൊരുക്കുവാൻ പോകുകയാ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വായ് തുറന്നു പറ, എന്റെ ശത്രുക്കൾ കാണെ അവൻ എനിക്ക് വിരുന്നൊരുക്കുവാൻ പോകുന്നു. ഇന്ന് ഞാൻ ആ അത്ഭുതം കാണുവാൻ പോകുന്നു. എന്റെ ആത്മീകത്തിന് വിരോധമായി, എന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി, എന്റെ തലമുറകൾക്ക് വിരോധമായി, എന്റെ കുടുംബത്തിന് വിരോധമായി, ഓ റമന ശിയാംധേനെ, എന്റെ ഭവനത്തിന് വിരോധമായി, എന്റെ തൊഴിലിന് വിരോധമായി ആഞ്ഞടിക്കുന്ന, ആമേൻ, ആ ശത്രുവിന്റെ പദ്ധതികൾക്ക് മുമ്പിൽ ഇന്ന് വൈകിയ വേളയിൽ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ ശത്രുക്കൾ കാണെ നിനക്കവൻ വിരുന്നൊരുക്കുവാൻ പോകുന്നു. Praise the Lord. Hallelujah. മനം തകർന്നായിരിക്കുന്ന പ്രിയ കുടുംബങ്ങളെ, ആമേൻ, പൊളിയുവാൻ അവൻ അനുവദിക്കത്തില്ല. പിശാചിന് കുലുക്കുവാനേ പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ, അവൻ അകത്ത് കടക്കാൻ കൊടുത്തിട്ടില്ല. Praise the Lord. Hallelujah. ആമേൻ, വേലി പൊളിക്കുവാൻ പെർമിഷൻ കൊടുത്തു, പക്ഷെ നിന്റെ ശരീരത്തെ പൊളിക്കുവാൻ റമന ശിയാംദന വൈഡമന റീബാലകശി, നിന്റെ ഉള്ളിനകത്തിരിക്കുന്ന ആത്മാവിനെ പിഴുതെറിയുവാൻ പെർമിഷൻ കൊടുത്തിട്ടില്ല. ജൂഡബബ റമന ശിയാംധേനെ വൈഡമന ദീപലകടക ശംദനാരകൾ പ്രൗഢവന ആർധേനെ റീബലകടകശി വൈഡമന ധേരകൾ കടകശിയ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് തകർച്ചകളെ ഓർത്ത് നീ നിരാശപ്പെടേണ്ട. ആമേൻ. ഹല്ലേലൂയ. പൊളിയപ്പെടുമെന്നോർത്ത് നീ ഭയപ്പെടേണ്ട. നിരാശകളെ മാറ്റു. ചില ഭയത്തെ നീ മാറ്റു. എനിക്കിതാണോ, ആമേൻ, എനിക്കിതാണോ, ആമേൻ,
ചില വിധിയെഴുത്തുകളെ, മാനുഷികമായിട്ടുള്ള വിധിയെഴുത്തുകളെ ഇന്ന് പകൽ ക്യാൻസൽ ചെയ്യുവാൻ പരിശുദ്ധാത്മ വ്യക്തി ജീവിതങ്ങളോട് ആലോചന കർത്താവ് പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില മുൻവിധി എഴുത്തുകൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഒരു കാര്യം ചെയ്യാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയില്ല, അതിനു മുമ്പേ മാനുഷിക വിധി എഴുത്ത്, ആമേൻ, സാധ്യതയില്ല, സാധ്യതയില്ല, സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, കടൽ തിരക്ക് സമനായി നിന്റെ വിശ്വാസം തകർന്നു പോകരുത്. ആമേൻ, ഹല്ലേലൂയ. ഇരു മനസ്സ് വന്നാൽ നിന്റെ ജീവിതം വേസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഇരു മനസ്സ് വന്നാൽ 4 ദിവസം, ആമേൻ, ആത്മീകതയിൽ, ആമേൻ, 10 ദിവസം പിന്മാറ്റത്തിൽ. നോ, ആമേൻ, പിടിച്ച വിശ്വാസം, ആമേൻ, മുറുകെ പിടിച്ച വിശ്വാസം അന്ത്യത്തോളം എടുത്ത തീരുമാനത്തിനകത്ത് ഉറച്ചു നിൽക്കുമെങ്കിൽ, ആമേൻ, ആമേൻ, എടുത്ത തീരുമാനങ്ങൾക്കകത്ത്, ദൈവസന്നിധിയിൽ എടുത്ത ഉടമ്പടികൾക്കകത്തേക്ക്, ആമേൻ, നീ മുറുകെ പിടിക്കുമെങ്കിൽ നിന്റെ ലക്ഷ്യത്തിന്റെ സമാപ്തിയുടെ അടുക്കലേക്ക് നീ എത്തിയിരിക്കുക. ജൂഡമന അന്തന രകൽശമന ഘടകശി അർത്ഥ പ്രൗഢമന എനിക്കറിയത്തില്ല ആരോടൊക്കെ പരിശുദ്ധാത്മ വിപ്രകാരം ദൂത വിളിച്ചു പറയുവാൻ പറയുന്നു. നിന്റെ ദർശനത്തിന്റെ അവധിയിലേക്ക്, ഓ റമലക ശിയാംധന റമലകടക ശംദേ വൈഡമന, ചില വർഷങ്ങൾ കൊണ്ടുള്ള, ചില മാസങ്ങൾ കൊണ്ടുള്ള, എനിക്കറിയത്തില്ല, ആമേൻ, ഇന്ന് പകൽ ആരൊക്കെ ഏറ്റെടുക്കുന്നുണ്ടത് എനിക്കറിയത്തില്ല. ചില വർഷങ്ങൾ പിന്നിട്ടുള്ള, ആമേൻ, 30 വർഷത്തിലധികമായി വൈഷമനകശി വൈഡമന റീമന 30 വർഷങ്ങൾ കൊണ്ടുള്ള, 30 വർഷം കൊണ്ടുള്ള ചില, ആമേൻ, മറുപടികളുടെ, ആമേൻ, കോൺട്രാക്ട് പരിശുദ്ധാത്മാവ് ഇന്ന് വൈകിയ വേള ഏറ്റെടുത്തിട്ടുണ്ട്. റമന ശിയാംദന റിമാനഘടകസി വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടന്ന ചില കോൺട്രാക്റ്റുകൾ, വൈഷമന ശിയാംധനെ വൈഡമന റിമാനക ശിയാംദന, നിന്റെ പ്രാർത്ഥനകളുടെ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ ചില കോൺട്രാക്ട് പേപ്പറുകൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എടുത്തിട്ടുണ്ട്. ചില ഈറ്റുനോവിന്റെ ആരംഭങ്ങൾ ഇന്ന് മുതൽ നിന്റെ കുടുംബത്തിനകത്ത് ചലിക്കുവാൻ പോകുന്നു. നീ ഇന്ന് കടന്നു ചെല്ലുമ്പോൾ വ്യത്യസ്തമായ അനുഭവത്തിലോട്ടായിരിക്കും പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടിറക്കുന്നത്. എഴുതിയിട്ടോ, എഴുതിയിട്ടോ, എഴുതിയിട്ടോ. ചില വ്യത്യസ്ത അനുഭവങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് ഇന്ന് നീ കാണുവാൻ പോവുകയാ. ജൂഡബല ശംധനാരകൽ പ്രൗഢമന ദീപലഘടക ശംധേനെ ആൽഗൽ പ്രൗഢമന ദീപലഘടക ശംധനാരകൽ പ്രൗഢമന. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ആഴത്തിൽ ഇറങ്ങിച്ചൊല്ലും കേട്ടോ. ദൈവത്തിന്റെ വചനം ആഴത്തിൽ ഇറങ്ങിച്ചൊല്ലും. ആമേൻ. കടലിനടിയിൽ കിടക്കുന്നതും, ആമേൻ, അസ്ഥിവാരങ്ങൾക്കടിയിൽ കിടക്കുന്നതിനെയും പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആമേൻ, പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ചില അസ്ഥി കുമ്പാരങ്ങളെ, ചില അസ്ഥി കുമ്പാരങ്ങളെ ജൂഡമന ഹതനകശിയ വൈഡമന റേഥേലകശി വൈഡൽ പ്രൗഢമന ദീപലഘടക ശംദനാരകൽ പ്രൗഢമന, ചില അസ്ഥി കുമ്പാരങ്ങളെ, ആമേൻ, പരിശുദ്ധാത്മാവ്, ആമേൻ, നിഹത സൈന്യമാരൊക്കെ നിന്റെ മുമ്പിൽ നിർത്തി തരുവാൻ പോകുകയാ. ഇന്നലെ വരെ നീ കണ്ട അസ്ഥികൾ, ഇന്നലെ വരെ മാംസമില്ലാത്തത്, ഇന്ന് വരെ, ആമേൻ, ഹല്ലേലൂയ, സ്കിന്നില്ലാത്തത്, ഇന്ന് വരെ തലമുടിയില്ലാത്തത്, ഇന്നലെ വരെ പല്ലില്ലാത്തതിനെ പരിശുദ്ധാത്മാവ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, സമൃദ്ധിയുടെ സാന്നിധ്യം. ചൂടബാബ റമനക ശിയാംധന വൈഡമന റീബലഘടക ശംദനാരകൽ കടകശി. ആമേൻ, ഇന്നലെ വരെ, ആമേൻ, ഈച്ചയടിച്ച് കച്ചവടമില്ലാതെ നീ തകർന്നായിരുന്നു. ആമേൻ, നീ ഒരു വലിയ വിടുതലിലോട്ട് കാൽ വെക്കുവാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജൂഡബ റമന ശിയാംധനെ വൈഡമന റീബലഘടക ശംദനാരകൽ കടകശി. ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക്, ആമേൻ, ദൈവവുമായിട്ടുള്ള ആഴത്തിലേക്കുള്ള ഒരു ബന്ധത്തിലേക്ക് ഈ ദിവസങ്ങളിൽ ഇറങ്ങുവാൻ തയ്യാറാണോ? നിന്റെ ജീവിതത്തിന്റെ ലെവലിനെ പരിശുദ്ധാത്മാവ് മാറ്റുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടുള്ളതായി യാതൊന്നുമില്ല. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്തായാലും, ആമേൻ, ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ, ആമേൻ, നിന്നല്ലോ. ആമേൻ, എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചൊരു വചനം കൂടെ പങ്കുവെച്ച് നമ്മൾ ഒരുമിച്ച്, ആമേൻ, പ്രാർത്ഥിച്ച് പാടി ആരാധിച്ച നല്ല കർത്താവിനെ സ്തുതിച്ച് വിടുതൽ പ്രാപിച്ച് നമ്മൾ മടങ്ങുവാൻ പോകുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം
അതിൻ്റെ 15-ാമത്തെ വാക്യം. ആമേൻ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. ഇന്ന് പകലിൽ എത്ര പേർ ശോധന ചെയ്യുന്നുണ്ട്? എൻ്റെ കണ്ണ് ആമേൻ ആ ഉയരത്തിലേക്കാണോ? എൻ്റെ കണ്ണ് ആമേൻ ലോകത്തിലേക്കാണോ അതോ ഉയരത്തിലേക്കാണോ? ഇന്ന് പകൽ ലോകത്തിലേക്ക് നോക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് പ്രാപിച്ചതൊന്നും നിലനിൽക്കത്തില്ല. പക്ഷെ ലോകത്തിൽ നോക്കുന്നതോടൊപ്പം നിന്റെ കണ്ണ് ഉയരത്തിൽ കൂടി നോക്കിയാൽ പ്രാപിക്കുന്നത് നിന്നോടൊപ്പം അവസാനം വരെയും കാണും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോഴൊന്ന് ചിന്തിച്ചു നോക്കണം. ഇത്രയും കാലം നോക്കി ആമേൻ ഹല്ലേലൂയ ആമേൻ ഉയരത്തിൽ എനിക്ക് നോക്കിയത് ഉറച്ചു നിൽക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് പ്രാപിച്ചത് കൂടെ ഇല്ല. ആമേൻ. പൊളിഞ്ഞു പോയി. ഇന്ന് പകലിലൊന്ന് ചിന്തിച്ചോളാം. ഉയരത്തിലുള്ളതും നമുക്ക് വേണം, താഴെയുള്ളതും വേണം. സ്വർഗത്തിലും ഭൂമിയിലും ആമേൻ ഹല്ലേലൂയ. ഭൂമിയിൽ ആമേൻ നമ്മൾ പ്രാപിക്കേണ്ടത് ഭൂമിയിൽ നമ്മൾ പ്രാപിക്കണം, ഉയരത്തിൽ പ്രാപിക്കേണ്ടത് ഉയരത്തിലും നമ്മൾ പ്രാപിക്കണം. ആമേൻ. ഉയരത്തിൽ മാത്രം നോക്കിയിരുന്നാൽ മാത്രം നമ്മുടെ ജീവിതത്തിനകത്ത് ഉയർച്ചയുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ആമേൻ ഉയരത്തിലുള്ളതും താഴെയുള്ളതും നമുക്ക് അത്യാവശ്യമാണ്. ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് നല്ല ഭവനം വേണം, നല്ല വാഹനം വേണം. ആമേൻ ഹല്ലേലൂയ. ആമേൻ. നമുക്ക് നല്ല മക്കൾ വേണം, ധരിക്കുവാൻ നല്ല വസ്ത്രം വേണം, ജീവിക്കുവാൻ നമുക്ക് പണം വേണം. അത് ഭൂമിയിൽ നമ്മൾ അധ്വാനിച്ച് ദൈവം നമ്മുടെ കരത്തിൽ തരും. അതിനോടൊപ്പം അത് നിലനിൽക്കണമെങ്കിൽ ആമേൻ ആമേൻ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുന്നത് നിലനിൽക്കണമെങ്കിൽ ആമേൻ നമ്മൾ എന്ത് ചെയ്യണം? ഉയരത്തിൽ കൂടെ നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ലോകത്തിലുള്ളത് നോക്കി സ്വരൂപിക്കുന്നുണ്ട്, പക്ഷെ ഓട്ടസഞ്ചിയിൽ സമ്പാദിക്കുന്നത് പോലെ ഉയരത്തിൽ നോക്കുവാൻ കഴിയാതെ വണ്ണം സമ്പാദിക്കുന്നതിന് ഇരട്ടിയായി നേരെ അത് താഴോട്ട് പോകുന്നു. എന്നാൽ ഇന്നൊരു തീരുമാനം എടുത്തോളും. അപ്പാ ആമേൻ ഹല്ലേലൂയ എനിക്ക് ഭൂമിയിലുള്ളത് നോക്കുന്നതിനോടൊപ്പം അപ്പാ ഉയരത്തിലുള്ളത് എനിക്ക് പ്രാപിച്ചെടുക്കണം, സ്വർഗത്തിലുള്ളത് എനിക്ക് പ്രാപിച്ചെടുക്കണം. ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് പറയുവാൻ കഴിയണം, ആമേൻ എൻ്റെ കണ്ണ് എപ്പോഴും എൻ്റെ അപ്പനിലായിരിക്കുന്നു. ആമേൻ. ദൈവസന്നിധിയിൽ അപ്പൻ്റെ സന്നിധിയിൽ നിന്റെ കണ്ണുണ്ടെങ്കിൽ അപ്പനോടൊപ്പം നീ സഞ്ചരിക്കുമെങ്കിൽ നിന്റെ കണ്ണ് ഉയരങ്ങളിലേക്കാണെങ്കിൽ ആമേൻ നീ ഒത്തിരി ഒന്നും വലയേണ്ടി വരത്തില്ല. പിറുപിറുപ്പുകളെ മാറ്റിവെച്ചോ. പലപ്പോഴും സാറ പിറുവിത്തതുപോലെ പലപ്പോഴും മാറി നിന്ന് പിറുപിറുക്കുന്നുണ്ട്, ആലോചനകൾ കേൾക്കുന്നുണ്ട്, ഒത്തിരി ആലോചനകൾ, ഒത്തിരി വാഗ്ദത്തങ്ങൾ കേട്ടു, പലപ്പോഴും പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം സാറയോട് ആമേൻ പണ്ട് ആമേൻ ദൂതന്മാർ തൻ്റെ വീട്ടിൽ ആമേൻ അതിഥി സൽക്കാരം നടത്തി, ദൂതന്മാർ ഭക്ഷണം കഴിച്ചു മടങ്ങിപ്പോകുമ്പോൾ ആമേൻ ഹല്ലേലൂയ ദൂതന്മാർ ആമേൻ അബ്രഹാമിനോടും സാറയോടും പ്രവചിച്ചതിതാ, ആമേൻ നിനക്ക് ആമേൻ അടുത്ത് ഞാൻ വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ നിനക്കൊരു സന്തതി ഉണ്ടാകും. ആമേൻ. സാറ ചിരിച്ചു. ആമേൻ ഹല്ലേലൂയ. സാറ ചിരിച്ചു. പക്ഷേ ആമേൻ അബ്രഹാമും സാറയും ചിരിച്ചുവെങ്കിലും വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചു ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇന്ന് പകലിൽ കേട്ട വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് എത്ര പേർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ഏത് വിഷയമാകട്ടെ, ഏതാ കീറാമുട്ടിയായി കിടക്കുന്ന വിഷയമാകട്ടെ, ഒരിക്കലും സാധ്യമല്ല ആകത്തില്ല എന്ന് കരയുന്ന ഏത് വിഷയമാകട്ടെ, ആമേൻ ഇന്ന് പകലിൽ ഞാൻ പറയുന്നു, ഏറ്റവും മെയിൻ മേശയിൽ ചില കോൺട്രാക്ട് പേപ്പറുകളായി നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് ആമേൻ അടിഭാഗത്തു നിന്ന് മീതയിലോട്ട് കൊണ്ടുവരുവാൻ പോകുക. ആമേൻ. നീ കരഞ്ഞ വിഷയത്തിനുള്ള മറുപടി തൊട്ട് മതി ബാക്കി പിന്നാലെയുള്ള മറുപടികൾ. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയത്തില്ല ആമേൻ ഹല്ലേലൂയ ആരൊക്കെ പറയുന്നുണ്ട് ആമേൻ എൻ്റെ 30 വർഷത്തിന് മുമ്പുള്ള പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി ഇപ്പോഴും കിടപ്പുണ്ട്, പക്ഷെ 20 വർഷത്തിന് ശേഷമുള്ള വിഷയങ്ങൾക്ക് എനിക്ക് മറുപടി കിട്ടി. ആമേൻ. 30 വർഷത്തിനുള്ള മുമ്പുള്ള വിഷയത്തിന്റെ മറുപടി എന്തിനാ അത് താഴ്ത്തി വെച്ചെന്ന് കേട്ടാ അതിന്റെ ടേസ്റ്റ് ഇത്തിരി കൂടുതലാ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ മാധുര്യം ഇത്തിരി ഏറെയുള്ളത്. ഏറ്റവും ലേറ്റായി കിട്ടുന്നതിന്, ഏറ്റവും അവസാനം ലഭിക്കുന്നതിന് ഏറ്റവും വലിയ ടേസ്റ്റ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് സ്വർഗം നൽകുവാൻ ഉദ്ദേശിക്കുന്നത് ഒടിഞ്ഞതും അഴുകിപ്പോകുന്നതും നശിച്ചു പോകുന്നതുമല്ല, നിലനിൽക്കുന്നത് തരാൻ വേണ്ടിയാ. നിലനിൽക്കുന്നത് തരാൻ വേണ്ടിയാ. ശത്രു കവർന്നുകൊണ്ട് പോകാത്തത്, ഇനി ശത്രുവിന്റെ പിടിയിൽ അകപ്പെട്ട് പോകാതിരിക്കുവാൻ
ചെയ്യുവാൻ ആമേൻ തക്കതായ പണിതെടുത്ത പരിശുദ്ധാത്മാവ് ചിലതിനെ കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് വരെ ഇല്ലാത്ത ചില പ്രശ്നങ്ങൾക്കകത്തുകൂടെ ചില കുടുംബങ്ങൾ കടന്നു പോകുന്നത് എന്തിനാണെന്ന് അറിയാവോ? നിന്റെ മേലൊരു ശുശ്രൂഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ പൊളിഞ്ഞു കിടക്കുന്ന, ഇതുപോലെ തകർന്നിരിക്കുന്ന, ഇതുപോലെ മനം തകർന്നിരിക്കുന്ന, എനിക്കറിയത്തില്ല പ്രിയ സിസ്റ്ററോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. ആമേൻ. നീ എന്തുകൊണ്ട് ഇത്രയും പ്രശ്നത്തിനകത്തൂടെ കടന്നു പോകുന്നതെന്ന് അറിയാവോ? ആമേൻ. നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ, ആമേൻ, നിന്നോടൊപ്പം സംസാരിക്കുന്നവർ, ഒത്തിരി പേർ നീ ഫേസ് ചെയ്യുന്ന പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇന്നത്തെ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഒത്തിരി പേരുടെ പ്രശ്നത്തിലാ നീയും കടന്നു പോകുന്നത്. ആമേൻ. എന്തിനാ ഈ പ്രശ്നമെന്ന് ചോദിച്ചാൽ, ആമേൻ, ഹല്ലേലൂയ, നീ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഉള്ളിനകത്ത് ക്രിസ്തു ഉള്ളതുകൊണ്ട് എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കും, ഞാൻ ഈ വിഷയത്തിൽ നിന്ന് പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ തകർന്നു കിടക്കുന്ന ഒത്തിരി പേർക്ക് നീ ആശ്വാസം പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അനേകരെ നേടിയെടുക്കുവാനുള്ള ഒരു വാഗ്ദത്തം നിന്റെ മേൽ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന്റെ പദ്ധതിയാ. ആമേൻ. നിന്റെ കുടുംബത്തിനകത്ത് ഫേസ് ചെയ്യുന്ന ഇതേ പ്രശ്നങ്ങളിൽ അനേകർ കടന്നു പോകുന്നുണ്ട്. ആമേൻ. നീ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരിൽ നീ ഇത് ക്യാച്ച് ചെയ്തിട്ട് നീ അവരോട് സംസാരിക്കുവാൻ പോകുകയാ. ആമേൻ. ഈ പ്രശ്നം നിന്റെ ജീവിതം തകരത്തില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവന്ന ദൈവം നിന്റെ കുടുംബത്തെയോ പുറത്തു കൊണ്ടുവരും. അതിനു വേണ്ടിയാ. ഒരു ചെറിയ പ്രശ്നമാ, നീ അതിന് കരയേണ്ട ആവശ്യമില്ല. നിന്റെ ഭാരം നീ മനുഷ്യരോടല്ല ഇറക്കി വെക്കേണ്ടത്, സ്വർഗത്തിലെ അപ്പനോട്, സ്വർഗത്തിലെ അപ്പനോട്. ആമേൻ. ഇന്ന് വരെ നീ മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിനക്ക് തിരിഞ്ഞു കൊത്തിയിട്ടുണ്ട്. നിനക്ക് ആശ്രയമെന്ന് ആമേൻ നീ കരുതിയവർ മുഴുവനും നിന്റെ കുടുംബത്തെ കരത്തിലെടുത്ത് പൊളിക്കുവാൻ നോക്കി. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു പൊന്നിനെ പോലെ നിന്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ പറ, ഞാനത് ഏറ്റെടുക്കുന്നു, എൻ്റെ കുടുംബത്തെ മടക്കിയവൻ തരും. ആമേൻ, ഹല്ലേലൂയ. 2 ദിവസം സ്നേഹിച്ചു പോകുന്നൊരു സ്നേഹമല്ല, ആമേൻ, കുഴിക്കകത്ത് പോകുന്നത് വരെയുമുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തെ മടക്കി നൽകുവാൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നു കർത്താവ് അത് ചെയ്യുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ് ഈ കഷ്ടം നിന്റെ കുടുംബത്തിനകത്ത് വന്നതെന്നറിയാവോ? ആമേൻ. ഇതുപോലെ പൊളിഞ്ഞു പോയ ഒത്തിരി പേര് ആമേൻ ആത്മഹത്യക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനോട് അങ്ങനെ സംസാരിക്കുവാൻ പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. നിന്റെ ഉള്ളിനകത്ത് ദൈവം ഉള്ളതുകൊണ്ട് നീ ആത്മഹത്യ ചെയ്യാത്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുവാൻ പറയുന്നു, നീ ആത്മഹത്യ ചെയ്യാത്തത് നിന്റെ ഉള്ളിനകത്ത് യേശു ഉള്ളതുകൊണ്ട്. പക്ഷേ ഈ യേശുവില്ലാത്ത അനേകർ ആത്മഹത്യക്ക് വേണ്ടി ആമേൻ കത്തിയും വിഷക്കുപ്പിയും തൂക്കുകയറും എടുക്കുമ്പോൾ നീ അവരെ നോക്കി പ്രവചിക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവരെ നീ ക്രിസ്തുവിൽ അണയ്ക്കുവാൻ പോകുന്നു. ആമേൻ, ഹല്ലേലൂയ. ഞാൻ അവരെ നേടിയെടുക്കും. പ്രൈസ് ദി ലോർഡ്. അതൊരു ശുശ്രൂഷയാകട്ടോ. ആമേൻ, ഹല്ലേലൂയ. ദൈവം ഓരോരുത്തരെ ഓരോ വിവിധ കഷ്ടതകളിൽ കൂടെ ആമേൻ കടത്തിക്കൊണ്ടു പോകുന്നത്. ആമേൻ, ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു തരാം. ആമേൻ. എനിക്ക് ആമേൻ ഒരു മദ്യപാനിയുടെ കുടുംബത്തിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികളും എനിക്കറിയാം. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് സുഖമായി അങ്ങനെയുള്ളവരെ പ്രശ്നത്തിലേക്ക് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ആമേൻ വേറൊരു പ്രശ്നത്തിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കത് അറിയത്തില്ല എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അതൊരു ശുശ്രൂഷയാ. ആമേൻ. പ്രശ്നങ്ങൾക്ക് ഇരിക്കുന്നവരോട് ഒരു നല്ല വാക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവന്ന ദൈവം നിന്റെ കുടുംബത്തെ കൊണ്ടുവരും. ആമേൻ. മരണം ഒന്നിനും ഒരു ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഒന്നിൻ്റെയും ഒരു അവസാനമല്ല, ചിലതിൻ്റെ തുടക്കമാണെന്ന് പറയുവാൻ നിന്റെ നാവിനെ പരിശുദ്ധാത്മാവ് അധികാരപ്പെടുത്തുവാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഈ വിശ്വാസം നീ മുറുകെ പിടിച്ചോളൂ. കർത്താവ് നിന്നെ ചില സ്ഥാനങ്ങളിലേക്ക്, ചില വ്യക്തികളിലേക്ക് നിന്റെ പ്രശ്നത്തിൽ നീ നിൽക്കുമ്പോൾ തന്നെ ആമേൻ നീ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതേ പ്രശ്നത്തിൽ കൂടി മുങ്ങി താണു കിടക്കുന്ന ചില കപ്പലുകളെ നിന്റെ കരം കൊണ്ട് നീ വലിച്ചുയർത്തി കൊണ്ടുവരുവാൻ പോകുകയാ. അതിലൂടെയാ നിന്റെ കുടുംബത്തിന്റെ വിടുതൽ. കാരണം നിന്റെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ തകർക്കുവാൻ ഇനി ആര് പദ്ധതി ഒരുക്കിയാലോ, ആമേൻ, നിന്റെ പടകിനെ തകർക്കുവാൻ ആര് പദ്ധതി ഒരുക്കിയാലോ, ഇന്ന് പകൽ ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ. ആമേൻ. ഉറങ്ങിക്കിടക്കുന്ന അമരക്കാരനെ, ആ നസ്രയനായ യേശുവിനെ നീ ഒന്ന് തട്ടി ഉണർത്തുമെങ്കിൽ ജൂഡമന ഹദനഗശിയ വൈഡമന റൈശം ധനഗശിയ നിന്റെ പടക്
പൊളിയുവാൻ അവൻ അനുവദിക്കത്തില്ല. നീ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് സ്വർഗം നിന്റെ കുടുംബത്തെ ചേർത്ത് പണിയുന്ന ഒരു പകല്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അന്നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞോണ്ടാ പറഞ്ഞേ, അവൻ നീ മരിക്കാത്തത്, നീ ഒരു ആത്മഹത്യക്ക് ശ്രമിക്കാത്തത് നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ആ ക്രിസ്തു വന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതം മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നീ ചിന്തിക്കും, ഇത്രയും സന്തോഷമായി പോയ എൻ്റെ ലൈഫിനകത്ത് കടന്നു വന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരുടെ ജീവിതത്തിനകത്തും ഇതുപോലെയൊക്കെ തന്നെയാ ആമൻ ഒരു മാനസാന്തരത്തിന്റെ ചവിട്ടുപടി വരുന്നത്. എന്നും സന്തോഷമുണ്ടെങ്കിൽ ആമൻ നമുക്ക് ദൈവത്തെ വേണ്ട. പ്രൈസ് ദി ലോർഡ്. എന്നും നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടെങ്കിൽ ആമൻ നമുക്കങ്ങ് വലിച്ചെറിയുവാൻ തോന്നും. ആമൻ അതിന്റെ ടേസ്റ്റ് ആസ്വദിച്ച് നമുക്ക് കഴിക്കുവാൻ പറ്റത്തില്ല. ചില തകർച്ചകളൊക്കെ വരുന്നത് നിന്നെ ഒരു പൊന്നിനെ പോലെ പണിയാൻ വേണ്ടിയാ. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടുമുള്ള ദൂത ആമൻ. ചില ആമൻ പണിയലൊക്കെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നത് ചിലതൊക്കെ പണിശാലയ്ക്കകത്ത്. ആമൻ. ആദ്യമൊക്കെ പണിശാലയ്ക്കകത്ത്. ആമൻ. ഹല്ലേലൂയ. എന്തിനാ ആ പണിശാലയ്ക്കകത്ത് കിടക്കുന്നത്? എന്തിനാ ഒരു ആമൻ സ്വർണ്ണ പണിക്കാരന്റെ ആമൻ ഹല്ലേലൂയ ആ തീക്കകത്ത് കിടന്ന് വേകുന്നത്? നല്ലൊരു ഉരുപ്പടിയാകാൻ വേണ്ടിയാ. ആമൻ. ഹല്ലേലൂയ. നല്ലൊരു ഉരുപ്പടിയാകാൻ വേണ്ടിയിട്ടാ ഒത്തിരി പ്രോസസ്സിങ്ങിലൂടെ നീ കടന്നു പോകുന്നത്. ആമൻ. ചിലതൊക്കെ നീക്കി ആമൻ, ചില മാലിന്യങ്ങളൊക്കെ നീക്കി ആമൻ, ചില പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തെയൊക്കെ എങ്ങനെ ക്രമീകരിക്കണമെന്ന് കർത്താവ് നിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതും ഒരു ശുശ്രൂഷയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതും ഒരു ശുശ്രൂഷയാ. ആമൻ. നിങ്ങളെ പോലെ തകർന്നു കിടക്കുന്ന ഒത്തിരി പേരെ പണിയാനുള്ള ഒരു ശുശ്രൂഷ. അതുകൊണ്ട് ആമേൻ പട്ടുമെത്തയും കാണും. ആമേൻ. ഹല്ലേലൂയ. ചവിട്ടുമെത്തയും കാണും. ആമേൻ. നിന്നയുടെ മെത്തയും കാണും. ദാരിദ്ര്യത്തിന്റെ മെത്തയും കാണും. ആമേൻ. ഇതൊക്കെ സഹിച്ചു നിൽക്കുന്നവൻ ആമേൻ ഹല്ലേലൂയ ഒരു സ്ഥാനത്തും തളർന്നു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കണ്ണ് ഉയരത്തിലേക്കായിരിക്കട്ടെ. ആമേൻ. സങ്കീർത്തനം വീണ്ടും പറയുന്നു, സങ്കീർത്തനം 121 പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആമേൻ. ഹല്ലേലൂയ. നിന്റെ കണ്ണ് ഉയരത്തിലാണെങ്കിൽ ആമേൻ ഹല്ലേലൂയ നിന്റെ ചുറ്റിനെയും സമൃദ്ധി കൊണ്ട് കർത്താവ് നിറയ്ക്കും. ഹല്ലേലൂയ. നിന്റെ സഹായം എവിടെ നിന്നാ വരുന്നേ? സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നു, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ വരുന്നു. അപ്പൊ നമ്മുടെ കണ്ണ് എങ്ങോട്ടായിരിക്കണം? നമ്മുടെ ചിന്ത എങ്ങോട്ടായിരിക്കണം? നമ്മുടെ നോട്ടം എങ്ങോട്ടായിരിക്കണം? സ്വർഗത്തിലെ അപ്പനിലേക്ക്. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾ ഈ ലോകത്തിൽ ഓടിക്കൊണ്ടിരുന്നെങ്കിൽ, ഈ ലോകത്തിലുള്ളത് നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ എത്തുമായിരുന്നു. ആമേൻ. ഇന്നും ആ പാരമ്പര്യ കൂട്ടിനകത്ത് കിടന്ന് ആമേൻ വടിയും വഴക്കും ബഹളങ്ങളും ആമേൻ പാരമ്പര്യ കൂട്ടിനകത്ത് കർത്താവിന്റെ വേല ചെയ്യേണ്ട ഞങ്ങൾ ആമൻ എവിടെയെങ്കിലും ഒക്കെ ഒരു റൂമിനുള്ളിൽ ഒതുക്കപ്പെട്ട് ഒന്നീ കുടുംബജീവിതം തകർന്ന് മാനസികമായൊക്കെ തകർന്ന് എവിടെയെങ്കിലും ഒക്കെ ആമൻ ജീവിതത്തിന്റെ ഏതെങ്കിലും കോണിൽ തകർന്നടിയുമായിരുന്നു. കണ്ണ് ഉയരത്തിലായതുകൊണ്ട് ആമൻ, നമ്മുടെ നോട്ടം ഉയരത്തിലായതുകൊണ്ട് ആമൻ തകരാൻ അവൻ അനുവദിച്ചില്ല. ആമൻ പൊളിയാൻ അവൻ അനുവദിച്ചില്ല. ചോത്ത് പണിയുന്ന ദൈവമാ. ആമൻ. നിന്റെ കണ്ണ് ഉയരത്തിലാണെങ്കിൽ അവൻ നിന്നെ ചോർത്ത് പണിയും. പ്രൈസ് ദി ലോർഡ്. നിന്റെ തകർച്ചകളെ അവൻ പണിയുന്നതിന് കാരണമാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഉയരത്തിലേക്ക് നോക്കി നിലവിളിക്കുവാൻ തയ്യാറാണോ? ആമേൻ. ഹല്ലേലൂയ. താഴോട്ട് നോക്കിയല്ല ഉയരത്തിലുള്ളത് പ്രാപിക്കുവാൻ ആമേൻ നിലവിളിക്കുമോ? സ്വർഗം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വലിയ മഹത്വമായ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് നിന്ന് സ്വർഗം ആമേൻ എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോബിന്റെ ജീവിതത്തിനകത്ത് കഷ്ടത വന്നു. ആമേൻ. ഹല്ലേലൂയ. മരണം മാത്രം ഇനി മുൻപിലുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങേയറ്റം തകർച്ച. ആമേൻ. ഹല്ലേലൂയ. ശരീരം പൊട്ടി ആമേൻ വികൃതമായി പഴുത്തൊലിച്ചു. 4 പേരുടെ മുമ്പിൽ ഇരിക്കുവാനോ നിൽക്കുവാനോ കഴിയാതെ വണ്ണം ആമേൻ. ആ തകർച്ച മാത്രമല്ല യോബ് അനുഭവിച്ചത്. യോബിന്റെ ഭാര്യ പോലും യോബിനെ തള്ളിക്കളഞ്ഞു. മക്കൾ നഷ്ടപ്പെട്ടു. കൂടെ ഒപ്പമുണ്ടായിരുന്ന ജോലിക്കാർ സകലതും നഷ്ടപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് ഓരോ കുത്ത് നൽകാൻ 1-2 സ്നേഹിതന്മാർ മാത്രം അത് കുത്തിന് വേണ്ടി അവിടെ നിയമിപ്പിച്ചാക്കി. ആമേൻ. ഹല്ലേലൂയ. ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുന്നു ആമേൻ ആ കൂട്ടുകാരുടെ ചില കുത്തലായിരിക്കും യോബിനെ കൂടുതൽ ദൈവത്തോട് അടുപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് ഞാൻ പറയട്ടെ,
നിന്ദിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് സ്തോത്രം പറഞ്ഞോളൂ. നിനക്ക് പരിഹസിപ്പാൻ, നിന്നെ പരിഹസിക്കാൻ, നിന്റെ കുടുംബത്തെ നോക്കി പരിഹസിക്കാൻ, നിന്റെ തലമുറയെ നോക്കി പരിഹസിക്കാൻ, നിന്റെ ശുശ്രൂഷയെ നോക്കി പരിഹസിക്കാൻ, ആമേൻ, നിന്റെ സാമ്പത്തിക ഞെരുക്കത്തെ നോക്കി ആരെങ്കിലും ഒക്കെ ആമേൻ പരിഹസിക്കാനുണ്ടെങ്കിൽ നീ കര ഉയർത്തി സ്തോത്രം പറഞ്ഞോളൂ. ആമേൻ. ശത്രു എൻ്റെ മുൻപിലുള്ളതിനായി ഞാൻ സ്തോത്രം. കാരണം ശത്രു ഉണ്ടെങ്കിലേ നമുക്ക് അവരുടെ മുമ്പാകെ ജയം കൊള്ളാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ശത്രുവിന്റെ മുൻപേ നിന്നെ തകർക്കുവാൻ ദൈവം ഇട്ടുകൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രശ്നം വരുമ്പോൾ അവൻ ആമേൻ ചിറക് ധരിച്ചു ആമേൻ നിന്നെ വിടുവിക്കുവാനായി. ആമേൻ. ഹല്ലേലൂയ. കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ആമേൻ പറക്കുവാൻ പഠിപ്പിക്കുന്നത് പോലെ ഉയരങ്ങളിലേക്ക് നീ താഴുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. അവൻ നിന്നെ ഉയരങ്ങളിൽ കൊണ്ടു നിർത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ലോകം പറയും ആമേൻ ഹല്ലേലൂയ നിനക്കിനി ഉയരത്തിലെത്താൻ പറ്റത്തില്ല. ആമേൻ. നിന്റെ തലമുറയുടെ ഭാവി ആമേൻ തകർന്നു പോയി. ഇനി ഒരു ഉയർച്ച ഉണ്ടാവത്തില്ല, ഇനിയൊരു വളർച്ച ഉണ്ടാകത്തില്ല. ഇത് എന്നും ഇങ്ങനെ പോകത്തുള്ളൂ. ഇല്ല കേട്ടോ, ഇല്ല കേട്ടോ. ആമേൻ. ഇയ്യോബിന് നഷ്ടപ്പെട്ടതിന് എല്ലാം ദൈവം 7 മടങ്ങ് മടക്കി നൽകിയെങ്കിൽ, ആമേൻ, നഷ്ടപ്പെട്ടതിന് ഇരട്ടിയായി സകല നന്മകളെയും മടക്കി നൽകിയെങ്കിൽ, ഇന്ന് പകല് ആ ദൈവം നമ്മുടെ മധ്യയുമുണ്ട്. നമ്മുടെ തകർച്ചകളെ പിശാച് കഴിഞ്ഞ മിനിറ്റ് വരെ നിന്നിൽ നിന്ന് അപഹരിച്ചെടുത്ത ആരോഗ്യം, നിന്നിൽ നിന്ന് അപഹരിച്ചെടുത്ത നന്മ, നിന്നിൽ നിന്ന് അപഹരിച്ച നിന്റെ കുടുംബത്തിന്റെ സമാധാനം, നിന്നിൽ നിന്ന് കവർന്നു കൊണ്ടുപോയ ആമേൻ നിന്റെ സന്തോഷം, ഇതൊക്കെയും അവൻ മടക്കി വരുത്തുന്ന പകല. ജൂഡ ബാബ റീഖമന ശിയാംദന വൈഡ മന റേഥേലഗടഗസി അർത്ഥൽ പ്രൗഢമന അവൻ സകലതും നിനക്ക് മടക്കി വരുത്തി തരുന്ന ദൈവം. ആമേൻ. ഹല്ലേലൂയ. ഇന്നലകളിലെ നിന്റെ തകർച്ചകളെയൊക്കെ അവൻ പണിതെടുക്കുവാൻ പോകുക. ആമേൻ. വിശ്വാസത്തോടെ പറ, എൻ്റെ കണ്ണ് ഉയരത്തില്, എൻ്റെ തകർച്ച എൻ്റെ ദൈവം എനിക്ക് മാറ്റിത്തരും, എൻ്റെ ബുദ്ധിമുട്ട് അവൻ മാറ്റിത്തരും. സ്വന്തം ഭവനം എന്ന വാഗ്ദത്തം ഞാൻ പ്രാപിക്കും. എൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ശത്രുവിന്റെ വലയിൽ നിന്ന് അവൻ എൻ്റെ കാലുകളെ നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എൻ്റെ കാലുകളെ ഉറപ്പുള്ള പാറമേൽ നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നാശകരമായ കുഴിയിൽ കിടക്കുന്ന ചിലതിനെയൊക്കെ ആമേൻ നാശകരമായ അവസ്ഥയിൽ നിന്ന്, നാശകരമായ പടുകുഴിയിൽ കിടക്കുന്ന ചിലതിനെ പരിശുദ്ധാത്മാവ് പാറമേൽ നിർത്തുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് വേണ്ടി ആമേൻ സ്വർഗം ചില വൻ കാര്യങ്ങളെ, ചില വാതിലുകളെ നിന്റെ മുൻപിൽ സ്വർഗം തുറക്കുവാൻ പോകുക. ആമേൻ. ചില വാതിലുകളെ പരിശുദ്ധാത്മാവ് ഓപ്പണിംഗ് ചെയ്യുക. ആമേൻ. നിന്റെ കുടുംബത്തിന് വേണ്ടി, ആമേൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി, ആമേൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി ചില വാതിലുകൾ പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്യുവാൻ പോകുന്നു. ആമേൻ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് മറ്റൊരു ദൂത് കൂടെ എന്നോട് പറയുന്നു, രാജ്യത്തിന്റെ വാതിലുകൾ, രാജ്യത്തിന്റെ വാതിലുകൾ, രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാ. രാജ്യത്തിന്റെ വാതിലുകൾ ചൂടബബ ശഖന റേഥേലഗടഗസി അർത്ഥൽ പ്രൗഢമന അധാനഗസിയാംഥേനെ വൈഡമന ദീപലഗടഗ ശംദനാരകൾ പ്രൗഢമന. ഹല്ലേലൂയ. ചില രാജ്യത്തിന്റെ വാതിലുകൾ, എനിക്കറിയത്തില്ല, ആമേൻ, അമ്മമാരെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ചില രാജ്യത്തിന്റെ വാതിലുകൾ നിന്റെ തലമുറയ്ക്ക് വേണ്ടി തുറക്കുവാൻ പോകുന്നു. ആമേൻ. അസാധ്യമാ. ആമേൻ. നിന്റെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ അത് അസാധ്യമാ, സംഭവിക്കത്തില്ല. പക്ഷെ കർത്താവ് പറയുന്നു, രാജ്യങ്ങൾ കടക്കുവാൻ പോകുന്നു, രാജ്യങ്ങൾ കടക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. നിന്റെ തലമുറയുടെ മേൽ ആ വാഗ്ദത്തം സ്വർഗം ഇടുവാൻ പോകുക. ജൂഡബന അർത്ഥനഗസിയാംഥേനെ വൈഡമന ദീപലഗടഗ ശംധാരകന അർത്ഥനാരകൾ പ്രൗഢമന. ഹാഗർ ആമേൻ മരുഭൂമിയിൽ തലമുറയുമായി സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിച്ചതുപോലെ, ആമേൻ, ഇന്ന് പകലിൽ ആ നിലവിളിയുടെ ശബ്ദം ആമേൻ ഈ ഹാളിനകത്ത് മുഴങ്ങിയാട്ടെ. ജൂഡബബ ശിയാംതന വൈഡമന ദീപലഗടഗസി. ആമേൻ. ആ മരുഭൂമിയിൽ ഹാഗറും തന്റെ തലമുറയും ദൈവസന്നിധിയിൽ ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ദാഹജലത്തിന് വേണ്ടി, ഒരു നീരുറവയ്ക്ക് വേണ്ടി, ആമേൻ, കുടിക്കുവാൻ അല്പം ജലത്തിന് വേണ്ടി നിലവിളിച്ചപ്പോൾ, ആമേൻ, ഒരു നീരുറവയെ സ്വർഗത്തിന് തുറക്കാമെങ്കിൽ, ആമേൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി ഇന്നായിരിക്കുന്ന മരുഭൂമിയെ, ഇന്നായിരിക്കുന്ന മരുഭൂമി
മരുഭൂമിയെ ചൂടബബ റമന ഷിയാംതേനെ റൈഷമന ഹദാനക ഷിയാംതേനെ വൈഡമന ദീപൽക്കടകസിയ. ആമേൻ, ഹല്ലേലൂയ. ചില നീരുറവകൾ നിന്റെ കുടുംബത്തിന് വേണ്ടി സ്വർഗം തുറക്കുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറയുവാൻ പറയുക. ആമേൻ. ഹാഗറും തന്റെ കുഞ്ഞുമായി ആ മരുഭൂമിയിൽ കിടന്ന് നിലവിളിക്കുക. ആമേൻ. ഹാഗർ നിലവിളിക്കുന്നത് എന്താ? എനിക്ക് പൈതന്റെ മരണം കാണുവാൻ കഴിയില്ല. ആമേൻ. അൻപിൻപാട് ദൂരത്ത് നിന്ന് ഇരുന്നുകൊണ്ട് ഹാഗർ നിലവിളിക്കുന്നു. ആമേൻ. ദാഹം, ജലമില്ല, ഭക്ഷണമില്ല. ആമേൻ. സ്നേഹിച്ചവരെല്ലാവരും കൈവിട്ട് കളഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. കയ്യിൽ ശേഖരിച്ചു വെച്ചിരുന്ന വെള്ളം പോയി. ആമേൻ. ആഹാരം നഷ്ടപ്പെട്ടു. ഇനി ഒന്നുമില്ല. ആ മരുഭൂമിയിൽ ആമേൻ എന്താണുള്ളത്? ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ചില മരുഭൂമിയൊക്കെ നിനക്ക് അനുഗ്രഹമാണ്. ആമേൻ, ഹല്ലേലൂയ. ചില മരുഭൂമിയൊക്കെ നിന്റെ ജീവിതത്തിനകത്ത് വന്നത് അത് നിലവിളിക്കാനുള്ള ഒരു അവസരമാണ്. ആമേൻ, അത് നിലവിളിക്കാനുള്ള അവസരമാണ്. ആമേൻ. ഇടയ്ക്കൊക്കെ മരുഭൂമി വരുമ്പോ ആമേൻ നിലവിളിച്ചോളൂ. ആമേൻ, ഹല്ലേലൂയ. ചില നീരുറവകളെ അവൻ തുറക്കാൻ വേണ്ടിയാ. ആമേൻ, ഹല്ലേലൂയ. ചില അത്ഭുതങ്ങൾ അവൻ നിന്റെ ജീവിതത്തിനകത്ത് ചെയ്യുവാൻ വേണ്ടിയാ. ഉയരത്തിലേക്ക് നോക്കി നിലവിളിച്ച ഒരു വ്യക്തിയെ പോലും അവൻ നിരാശനായി വിട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ നിലവിളിക്കുമെങ്കിൽ, നിന്റെ നോട്ടം ഉയരത്തിലാണെങ്കിൽ സ്വർഗം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ നോട്ടം ഉയരത്തിലേക്കാണെങ്കിൽ, നിന്റെ പ്രത്യാശ മുഴുവനും സ്വർഗത്തിലെ അപ്പനിലേക്കാണെങ്കിൽ സ്വർഗം നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കും. വിശ്വസിക്കുവാമോ? ആമേൻ, ഹല്ലേലൂയ. ഇരിക്കുന്ന സ്ഥാനങ്ങൾ വേഗത്തിൽ ചാടി എഴുന്നേറ്റാട്ടെ. നമ്മൾ ഒരുമിച്ച് കരങ്ങളെ അടിച്ച് ആമേൻ നല്ല കർത്താവിനെ പാടി സ്തുതിച്ച് ആ സ്വർഗീയ സന്തോഷം അനുഭവിച്ച് ആ ഉയരത്തിലേക്ക് അങ്ങ് കണ്ണുകളെ ഉയർത്തിയാട്ടെ. ചിലത് നമ്മൾ ഇന്ന് പ്രാപിക്കുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ചില സമൃദ്ധി നമ്മൾ അനുഭവിക്കുവാൻ പോകുന്നു. തകർച്ചകളെ പണിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഈ ഹാളിനകത്ത് വന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കരങ്ങളെ അടിച്ച് ആ നല്ല കർത്താവിനെ പാടി സ്തുതിക്കാം. കർത്താവു തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും, കർത്താവു തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. കർത്താവു തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും, കർത്താവു തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ. സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. കർത്താവു തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും, കർത്താവു തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി
സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം ആകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ ജീവനോടി ഭൂതനെ പാർക്കും ശുദ്ധർ രൂപാന്തരം പ്രാപിക്കും അന്നേരത്തിൽ ജീവനോടി ഭൂതനെ പാർക്കും ശുദ്ധർ രൂപാന്തരം പ്രാപിക്കും അന്നേരത്തിൽ ഗീതാ സ്വരത്തോടും അർപ്പോടും കൂടെ ഗീതാ സ്വരത്തോടും അർപ്പോടും കൂടെ വിണ്ണോരകം പോകും വിണ്ണോരകം പോകും വിണ്ണോരകം പോകും തുല്യരാൻ വിണ്ണോരകം പോകും വിണ്ണോരകം പോകും വിണ്ണോരകം പോകും തുല്യരാൻ കർത്താവുതൻ നാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കർത്താവുതൻ നാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷമുണ്ടാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുവനാൾ മണിയറയ്ക്കുള്ളിൽ കടക്കുവനാൾ എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാമവർക്ക് എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാമവർക്ക് കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ ശുദ്ധിമാൻ കഹളനാദം കേൾക്കുന്ന മാത്രയിൽ മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാൻ കഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കും അവൻ സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം
കടന്നു വന്നിട്ടുണ്ട്. നിന്റെ വിഷയങ്ങൾക്കകത്ത് മറുപടി തരുന്നവൻ യേശുവേ ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ പ്രാപിക്കുവാൻ ജയമെടുക്കുവാൻ കഴിയാത്തത് വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പൈശാചിക പോരുകൾ, സകല ഇരുട്ടിന്റെ വ്യാപാര ഒരാൾ രൂപം പോലെ യേശുവിൻ നാമത്തിൽ താൻ നടക്കുമ്പോൾ, താൻ ഇരിക്കുമ്പോൾ, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തന്നെ വിടാതെ പിന്തുടരുന്ന യേശുവിൻ നാമത്തിൽ ആ കെട്ടുപൊട്ടണ യേശുവിൻ ദിവസങ്ങൾ കണ്ണുനീരിന് പ്രാർത്ഥനയ്ക്ക് സ്വർഗമങ്ങ് മറുപടി നൽകി മാനിക്കണമേ അപ്പ. അവന്റെ നാമമഹത്വത്തിനായി സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. രക്തത്താലും വചനത്താലും പ്രിയ കുടുംബത്തെ മുദ്രയിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ചു. ഒത്തിരി നാളുകളായുള്ള കരച്ചിൽ ആ സന്തോഷം അനുഭവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന്, ആ നന്മയിൽ ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമീനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിലടുകയില്ല, ബാധ നിന്റെ കൂടാരത്തിലടുകയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, ഇടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. വഴിതരും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴിതരും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. യെരിഹോ മുമ്പിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ. യെരിഹോ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ.
ഇന്നു കണ്ട മിശ്രമീനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമീനി വരികയില്ല. ഇന്നു കണ്ട മിശ്രമീനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമീനി വരികയില്ല. കൂടാരത്തിലാടുകയില്ല, ബാധന്റെ കൂടാരത്തിലാടുകയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തകർക്കുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആ വിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആ വിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആദത്തിന്റെ കൂടാരത്തിലാടുകയില്ല, ആദത്തിന്റെ കൂടാരത്തിലാടുകയില്ല. എന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. ആദത്തിന്റെ കൂടാരത്തിലാടുകയില്ല, ആദത്തിന്റെ കൂടാരത്തിലാടുകയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, എന്റെ കാലുകളിടറുകില്ല. പാതയുടെ കൂടാരത്തിലാടുകയില്ല, പാതയുടെ കൂടാരത്തിലാടുകയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. ഒഴിഞ്ഞു മാറിയ ബാധിപ്പുകൾ, വിട്ടുമാറിയ ആ വിധത്തിൽ തന്നെ പുറത്തുപോയി സ്വാതന്ത്ര്യവും ശക്തിയും അനുഭവിക്കുവാൻ സ്വർഗ്ഗമങ്ങ് സഹായിക്കണമേ അപ്പാ. ചില കാത്തിരിപ്പുകൾ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.